അവിടെ ആരുമില്ല, ഒരു മനുഷ്യനും ആളും മനുഷ്യനൊന്നുമില്ല. ഇതിപ്പോ രാത്രി വന്നതിനെ കൊണ്ടാണ് പ്രശ്നം, രാത്രി വന്നതിനെ കൊണ്ടാണ് പ്രശ്നം, പകല് വരേണ്ടി വരൂലേ? അപ്പൊ അതേക്കിപ്പോ കസാല മാത്രമായത് ആയിക്കോട്ടെ. നാളെ രാവിലെയും വരും. ഹലോ, ഇവിടെ ആളുണ്ട്, ഞങ്ങളെ മുമ്പിലുണ്ടേനി. ഇപ്പൊ നിങ്ങളെ കണ്ടില്ല? നിങ്ങള് മറ്റേ സാരം കണ്ടുകൂടാ കേട്ടോ. അല്ല, ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. മുന്നിൽ വന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് ഇന്നെ പറ്റിയിട്ട് നിങ്ങളെ ചാനലിലൊരു പിശ് വാർത്ത വന്നല്ലോ. എന്ത് പിശ് വാർത്ത? ആ പിശ് വാർത്ത വന്നപ്പോ ഞാൻ പാടുന്ന താഴത്ത് വന്നപ്പോ ഓറഞ്ച് മീഡിയ പിശ് കണ്ട്, ആ പിശ് കണ്ടിട്ട് ആ എരോ മാർക്ക് കണ്ടിട്ട് കയറി വന്നാണ്. അല്ല, ഞാൻ നിങ്ങളതാ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോ എന്റെ ബാക്കിൽ ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ മൊത്തം വീഡിയോ എടുത്തിട്ട് അങ്ങനെ വന്ന്. നിങ്ങള് പിശുള്ളവരെ കൊണ്ടല്ലേ അങ്ങോട്ട് വന്ന്. അല്ല, നിങ്ങൾ എന്താ പ്രശ്നം? എന്താ പറഞ്ഞത്? ഇന്നെ പറ്റിയിട്ട് നിങ്ങൾ തെറ്റായ ഒരു വാർത്ത കൊടുത്തില്ലേ? എന്ത് തെറ്റായ വാർത്ത? ഞാനിപ്പോ കള്ളു കുടിക്കുന്നു, വീട്ടിൽ പോകുന്നു, ബസ് ഉണ്ടാക്കുന്നൊക്കെ നിങ്ങൾ ഇതിനപ്പൊ ഇതില് കൊടുക്കാക്കുന്നത് എന്റെ സ്വന്തം കാര്യല്ലേ? അതിന്റെ സ്വന്തം കാര്യം എന്റെ വീട്ടിലെ കാര്യല്ലേ? നിങ്ങളെ വീട്ടിലെ കാര്യം ആരും വീട്ടിലെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോ എന്തിനപ്പൊ ഇടപെടുന്നത്? ഞാനും എന്റെ ഭാര്യയും മക്കളും പല വസ്തുക്കളും ഉണ്ടോ? ആര് കൊടുത്തു? നിങ്ങള് ചാനലിൽ ഇപ്പൊ ഒരു വിഷു വാർത്ത വന്ന് ഇന്നെ പറ്റിയിട്ട്. വിഷുവിന്റെ വാർത്ത ആണെങ്കിൽ വിഷു വാർത്ത, വിഷു അല്ല പിഷു. മാർക്കിട്ടില്ല പിഷു. നിങ്ങളെ പറ്റിയ ഒരു വാർത്ത ഞങ്ങളുടെ ചാനൽ വന്നില്ലല്ലോ. കിട്ടിയപ്പോ ഞാൻ എന്റെ വീട്ടില് ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളൊക്കെ ഞങ്ങളില്ലട്ടോ. മീഡിയ എന്ന് പറഞ്ഞ ഒരുപാട് മീഡിയകളുണ്ട്. ഓറഞ്ച് മീഡിയ എന്ന് പറഞ്ഞ സാധനത്തില് ഒരു സാധനം കണ്ട്, അത് കണ്ടപ്പോ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും കൂടി എന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങള് ചാനലിടാൻ പോകുന്നു. 5 വർഷം ഉണ്ടോ നിങ്ങൾക്ക്? ആരാണ് സുഹൃത്ത് ചാനലിട്ട്? നിങ്ങൾ ഓറഞ്ച് മീഡിയയിൽ എന്തോ ഇട്ട് എന്നൊക്കെ പറഞ്ഞു. ഓറഞ്ച് മീഡിയയിൽ നിങ്ങൾ ഒരു സാധനം ഇട്ടില്ലല്ലോ? ഇല്ലേ, ഒന്നും ഇട്ടില്ല. ഞാൻ എന്നാലും ആ ഓറഞ്ച് ഞാൻ ആ മറ്റേ സാധനം പിശു കണ്ടും കൂടെ വന്നതാ. ആ റോള് താഴത്തെ ആ ബോർഡിൽ ഉണ്ടായിരുന്നു എന്തോ സാധനം എഴുതി, എനിക്ക് പറഞ്ഞ് അതിനപ്പുറത്ത് ഓറഞ്ച് മീഡിയ പിശു എന്നൊരു സാധനം കണ്ട്, അതുകൊണ്ട് വന്ന ഇവിടെ എല്ലാം പോയി. എന്ത് നിങ്ങൾ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ പറ്റിട്ട് ഞാൻ എന്റെ ഭാര്യനെ തല്ലു, കള്ളുടിച്ചാല് അത് ചിലപ്പോ ചവിട്ടു, കുത്തു, ആന്തു ഒക്കെ ചെയ്യും. ഇതൊക്കെ പിന്നെ നിങ്ങൾ ചാനൽ എടുത്തുണ്ടോ ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് 5 ആവശ്യം മുങ്ങുന്നുണ്ടോ? നിങ്ങൾ ഇനിയല്ലേ ഇപ്പൊ ഇത് ചെയ്ത്? ഇതന്നെയല്ലോ ഓറഞ്ച് മീഡിയ പിശു കൂടെ കണ്ടു. പിശു ഒരു ആരോ മാർക്കില്ലേ? പിശു എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആരോ എന്തോ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ആരോ വന്നു കഴിഞ്ഞാൽ നമ്മള് പ്രതികരിക്കുകയും ചെയ്യും. അവർക്ക് വേണ്ടിട്ട് സംഭവങ്ങൾ പ്രതികരിക്കാനാണല്ലോ ഇപ്പൊ ഞാൻ വന്നത്. ഇങ്ങനെ പ്രതികരിച്ച എന്ത് കാര്യം? എനിക്ക് പ്രതികരിക്കണ്ടേ? എങ്ങനെ പ്രതികരിക്കാൻ? അങ്ങനെ ഞാൻ നല്ലപോലെ വന്ന് ഞാൻ നല്ല ഡീസന്റ് ആയിട്ടാണല്ലോ നിക്കുന്നത്. നല്ല ഡീസന്റ് ആയിട്ടാണല്ലോ വന്നത്. നല്ല ഡീസന്റ് ആണല്ലോ എല്ലാവർക്കും കണ്ടാ അറിയാം അല്ലേ? നല്ല ഡീസന്റ് ആണ്. ഇതേമാതിരിയല്ലേ ഈ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് കളിക്കല്ലേ? വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ എന്തിനായിലേക്ക് കൂട്ടി വയ്ക്കുന്നത്? ഏത്? എന്റെ പുറയിലുണ്ട് സ്വകാര്യമായിട്ടുള്ള അഹങ്കാരം, സ്വകാര്യമായിട്ടുള്ള സംഭവം സാധനല്ലേ. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യ, എന്റെ മക്കളെ, ഞാനേശം കുടിക്കും വൈകുന്നേരം ആകുമ്പോ കുടിക്കും. പെണ്ണുങ്ങള് തല്ലും പോയിട്ട് ചവിട്ടി കൂട്ടും. മോനൊന്ന് തലോടും, പെണ്ണുങ്ങള് തലോടും. ആ തല ഓടുമ്പോഴത്തേക്ക് ചെലപ്പോ ഞാൻ ഒന്ന് കയ്യൊന്ന് ഓടും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഞങ്ങളെ കുടുംബകാര്യ. അത് നിങ്ങളിപ്പോ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഞങ്ങൾ എന്തിനാ ഇപ്പൊ ബുദ്ധിമുട്ടാക്കുന്നത്? ഞാൻ ഇപ്പൊ ഡീസന്റ് അല്ലേ? ഞാൻ ഇപ്പൊ ഡീസന്റ് അല്ലേ? സാറോട് ഞാൻ സംസാരിക്കുന്നത് ഡീസന്റ് ആയിട്ടല്ലേ? പിന്നെ എന്താ വേണ്ടേ? നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. നിങ്ങള് ഇട്ട വാർത്ത കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയൂല. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കി ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ ഈ സാധനങ്ങൾ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ അല്ലെ? അപ്പൊ നിങ്ങള് റെഡി ആവൂലേ? അല്ല, നിങ്ങളിപ്പോ നിങ്ങള് നല്ലൊരു മാന്യനായ മനുഷ്യനാണ് എനിക്ക് തോന്നി. അല്ലാണ്ടാണല്ലോ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ആ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളൊന്നും ഇത് ചെയ്യൂലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് സത്യാവസ്ഥ നോക്കിയിട്ട് ഇതോടുകൂടി എല്ലാ സത്യാവസ്ഥ മനസ്സിലായിക്കോളും. തീർച്ചയായിട്ടും അപ്പൊ ഞാൻ എന്താ നോക്കിട്ടേ വിഷു ഒന്നിക്ക് ക്ലിയർ ചെയ്ത് തരണം നിങ്ങള്. ഓക്കെ എന്നാലേ. അല്ല അങ്ങോട്ടല്ല,
ഇവിടെ ഇങ്ങോട്ട് സോറി കേട്ടോ ഞാൻ വന്ന വയ്യാട്ട് ഇടയ്ക്ക് മറന്നു ആ സ്വഭാവം ഓ ആയിക്കോട്ടെ ഇന്നത്തെ നേരത്തെ മറന്നു നിങ്ങൾ റെഡിയാണ് നിങ്ങൾ നല്ല സത്യം ഞാൻ ഏലിയ പോണ്ട് എന്റെ പോരെ തന്നെ മറന്നു പോലെ പോയിട്ടേ ഇതിലായിട്ട് കുറച്ച് കഴിയാൻ പോരെ നേരത്തെ ഓക്കെ